പശ്ചിമേഷ്യയിൽ യുദ്ധം ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപ് അടച്ചിട്ട ഹോർമുസ് കടലിടുക്ക് ഇറാൻ തുറന്നു. ലബനാനിൽ വെടിനിർത്തൽ നിലവിൽ വന്നതിന് പിന്നാലെയാണ് ഹോർമുസ് തുറന്നത്. എല്ലാ വാണിജ്യ കപ്പലുകൾക്കും വെടിനിർത്തൽ ധാരണ നിലനിൽക്കുന്ന കാലയളവിൽ ഹോർമുസിലൂടെ നിയന്ത്രണമില്ലാതെ കടന്നു പോകാമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചു. വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ജിയാണ് പ്രഖ്യാപനം നടത്തിയത്. MCA നാസർ ചേരുകയാണ് വിവരങ്ങളുമായി. MCA, വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു തീരുമാനം ഇറാന്റെ ഭാഗത്ത് നിന്ന് വരികയാണ്. ലെബനാനെതിരെയുള്ള ആക്രമണം നിർത്തണം എന്നുള്ള ഇറാന്റെ ആവശ്യം അംഗീകരിച്ചതിന് പിന്നാലെയാണ് ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത്. വലിയ മഞ്ഞുരുക്കത്തിന്റെ ഒരു സൂചന നമുക്ക് ഹോർമുസിന്റെ കവാടം തുറക്കുന്നതിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ രണ്ടാം ഘട്ട ചർച്ചയ്ക്കുള്ള അവസാനവട്ട ഒരുക്കത്തിലാണല്ലോ. പ്രഖ്യാപിത നിലപാടിൽ നിന്ന് പുറകോട്ട് പോകാൻ ഇറാൻ തയ്യാറാണ് എന്ന തരത്തിലുള്ള ചില മാധ്യമ റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. ആണവ സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ എന്താണ് കൂടുതൽ വ്യക്തത അതിൽ നമുക്ക് വരുത്താനാവുക? ഒപ്പം തന്നെ ഹോർമുസ് തുറന്നത് എത്രമാത്രം വലിയ പ്രാധാന്യത്തോടെ നമ്മൾ കാണണം MCA? മഹേഷ്, എന്തായാലും മഹേഷ് സൂചിപ്പിച്ചതുപോലെ വലിയൊരു മഞ്ഞുരുക്കത്തിന്റെ വളരെ കൃത്യമായിട്ടുള്ള തെളിവുകളും സൂചനകളുമാണ് ഇന്ന് ഇപ്പോൾ ഈ പിന്നിട്ട മണിക്കൂറുകളിലൊക്കെയും പ്രകടമായിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ന് വെളുപ്പിന് ലെബനാനിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു. ആ വെടിനിർത്തൽ 10 ദിവസത്തേക്കാണ്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപാണ് ഔദ്യോഗികമായിട്ട് വെടിനിർത്തൽ പ്രഖ്യാപനം നടത്തിയത്. തുടർന്ന് പിന്നെ ജനങ്ങൾ ഏതാണ്ട് അഭയാർത്ഥികളായി മാറപ്പെട്ട ലക്ഷക്കണക്കിന് മനുഷ്യർ അവരുടെ വാസസ്ഥലങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമം നടത്തുന്നു. പക്ഷേ ഇസ്രായേൽ സൈന്യം പൂർണ്ണമായിട്ട് ലെബനാനിൽ നിന്ന് പിൻവാങ്ങിയിട്ടില്ല എന്നൊരു പ്രതിസന്ധി അവിടെ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ട്രംപിന്റെ രാത്രി വന്ന മറ്റൊരു പ്രഖ്യാപനം, ലെബനാന് മേൽ ഇനി ബോംബ് വർഷം ഉണ്ടാകില്ല എന്ന് ഇസ്രായേലിനോട് താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ബോംബ് വർഷത്തിൽ നിന്ന് ലെബനാൻ പൂർണ്ണമായിട്ടും വിമുക്തമായിരിക്കുമെന്നൊരു പ്രഖ്യാപനം കൂടി ട്രംപ് നടത്തുന്നു. തുടർന്നാണ് നേരത്തെ മഹേഷ് സൂചിപ്പിച്ചതുപോലെ ആഴ്ചകളായി തന്നെ ഒരുപക്ഷെ ലോക സമ്പദ്ഘടനയെ പൂർണ്ണമായിട്ടും പിടിച്ചു കുലുക്കിക്കൊണ്ടിരുന്ന ഈ ഹോർമുസ് കടലിടുക്കിലെ ആ തടസ്സങ്ങൾ അത് പൂർണ്ണമായിട്ടും മാറിയൊരു സാഹചര്യം കൂടിയാണിത്. ഇന്നിപ്പം വൈകിട്ടോടുകൂടി ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ജിയാണ് ഔദ്യോഗികമായിട്ടുള്ള ആ പ്രഖ്യാപനം നടത്തിയത്. ഹോർമുസ് കടലിടുക്ക് ഈ ലെബനാന്റെ വെടിനിർത്തലിന്റെ ഒരു പശ്ചാത്തലത്തിൽ 10 ദിവസത്തേക്ക് അത് പൂർണ്ണമായിട്ടും വാണിജ്യ കപ്പലുകൾക്ക് തുറന്നു കൊടുക്കുന്നതായിട്ടുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നു. അത് ലോകരാജ്യങ്ങൾ പൂർണ്ണമായിട്ടും സ്വാഗതം ചെയ്യുന്നു. അതിനെ ശരിവെച്ചുകൊണ്ടും അഭിനന്ദിച്ചുകൊണ്ടും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് രംഗത്ത് വരുന്നു. ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം 8 കപ്പലുകൾ ഇതിനകം തന്നെ ഈ രാത്രിയിൽ ഹോർമുസ് കടലിടുക്കിലൂടെ ഇറാന്റെ നിയന്ത്രണം അല്ലെങ്കിൽ ഇറാന്റെ ഏകോപനം മുൻനിർത്തി തന്നെ ഈ കപ്പലുകൾ കടന്നുപോയതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷെ അവിടെയും ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നത് അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന ഇറാൻ തുറമുഖങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം അത് അങ്ങനെ തന്നെ തുടരുമെന്ന് ട്രംപ് അറിയിച്ചിട്ടുണ്ട്. ഇത് ഒരു വെടിനിർത്തൽ ലംഘനത്തിന്റെ പരസ്യമായിട്ടുള്ള നീക്കമായിട്ട് തങ്ങൾ കണക്കാക്കുമെന്നാണ് ഏറ്റവും വൈകി ഇറാൻ നേതൃത്വം ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ ഉപരോധം എത്രയും പെട്ടെന്ന് അമേരിക്ക പിൻവലിച്ചിട്ടില്ലെങ്കിൽ സമാനമായിട്ടുള്ള അല്ലെങ്കിൽ ആനുപാതികമായിട്ടുള്ള ചില നടപടികൾ തങ്ങൾക്കും സ്വീകരിക്കേണ്ടി വരും എന്നൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പക്ഷേ മേഖലയിലെ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കയറ്റിറക്കുമതി എണ്ണ മാത്രമല്ല അവശ്യവസ്തുക്കളുടെയും അസംസ്കൃത ഉൽപ്പന്നങ്ങളുടെയും ഒക്കെ കയറ്റുമതി തടയപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതാണിപ്പോൾ അതായത് ഈ സാമ്പത്തികമായിട്ടുള്ള വലിയ തോതിലുള്ള പ്രതിസന്ധി മാറുന്ന ഒരു സാഹചര്യത്തിൽ ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളവും അതോടൊപ്പം തന്നെ ഇന്ത്യ ഉൾപ്പെടെയുള്ള ഇറക്കുമതി രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആഹ്ലാദകരമായിട്ടുള്ള ഒരു വാർത്തയായിട്ട് ഇത് മാറുകയാണ്. പക്ഷേ ഇനിയുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ഘട്ടം എന്നത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള രണ്ടാം ഘട്ട വെടിനിർത്തലുമായി ബന്ധപ്പെട്ടതാണ്. എന്നാണ് ഈ വെടിനിർത്തലിന്റെ ആ ചർച്ച ഇസ്ലാമാബാദിൽ നടക്കുക എന്നൊരു കാര്യത്തിൽ ഇപ്പോൾ പോലും അന്തിമ തീരുമാനമായിട്ടില്ല. മിക്കവാറും മറ്റന്നാൾ തന്നെ ഇസ്ലാമാബാദിൽ ചർച്ചയ്ക്ക് വേദി ഒരുങ്ങും എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. പല കാര്യങ്ങളിലും യുറേനിയം സമ്പുഷ്ടീകരണം അതോടൊപ്പം തന്നെ സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ കൈമാറ്റം ഉൾപ്പെടെ പല കാര്യങ്ങളിലും ധാരണ രൂപപ്പെട്ടു എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വ്യക്തമാക്കുന്നത്. പക്ഷേ പല വിഷയങ്ങളിലും ഇനിയും വ്യക്തത വരേണ്ടതുണ്ട് എന്ന് ഇറാനും പ്രതികരിക്കുന്നുണ്ട്. എന്തായാലും ഈ കരാർ യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ താൻ തന്നെ നേരിട്ട് ഇസ്ലാമാബാദിൽ പിന്നെ ഈ ചർച്ചയ്ക്ക് വേണ്ടി വരും. അവിടെ വെച്ച് താൻ തന്നെ കരാറിൽ ഒപ്പുവെക്കുമെന്ന് ട്രംപ് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ പ്രായോഗികമായിട്ട് ഈ കരാറുമായിട്ട് എത്ര കണ്ട് മുന്നോട്ട് പോകാൻ മധ്യസ്ഥ രാജ്യങ്ങളുടെ ഇടപെടലിലൂടെ സാധിച്ചിട്ടുണ്ട് എന്ന ചോദ്യം ബാക്കി നിൽക്കുകയാണ്. ഈ രാത്രിയിൽ ഇപ്പോൾ മറ്റൊരു മധ്യസ്ഥ നീക്കം കൂടി നടക്കുന്നുണ്ട്. ഈജിപ്ത്
കുവൈത്ത്, തുർക്കി, സൗദി അറേബ്യ, പാകിസ്ഥാൻ ഈ 4 രാജ്യങ്ങളുടെ അടിയന്തരമായിട്ടുള്ള അവരുടെ വിദേശകാര്യമന്ത്രിമാരുടെ യോഗവും രാത്രി ചേരുകയാണ്. അതിലായിരിക്കും ഒരുപക്ഷെ ഈ ഇറാന്റെ ആവശ്യങ്ങളും അതോടൊപ്പം തന്നെ അമേരിക്കയുടെ ആവശ്യങ്ങളും മുൻനിർത്തിയുള്ള ഒരു പ്രതിസന്ധി പൂർണ്ണമായിട്ടും പരിഹരിക്കുന്ന ഒരു കരാർ സംബന്ധിച്ച കാര്യങ്ങളിൽ വ്യക്തത രൂപപ്പെടുക. നാളെയോടുകൂടി ഇസ്ലാമാബാദ് ചർച്ചയുടെ അന്തിമ തീയതിയും പ്രഖ്യാപിക്കും. അതോടൊപ്പം തന്നെ ഈ കരാറിന്റെ അവസാന ചിത്രവും തെളിയും എന്നാണ് വ്യക്തമാകുന്നത്. സംഭവിക്കാൻ സാധ്യതയുള്ളത് മാധ്യമങ്ങളും മറ്റും നൽകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ 22-ന് അവസാനിക്കേണ്ട 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന വെടിനിർത്തൽ ഒരുപക്ഷെ 2 ആഴ്ച കൂടി നീട്ടുകയും ആ 2 ആഴ്ച കാലാവധിക്കുള്ളിൽ തന്നെ ഒരു അന്തിമ കരാറിലേക്ക് എത്തുക എന്ന ഒരു നീക്കമാണ് മധ്യസ്ഥ രാജ്യങ്ങൾ മുന്നോട്ട് വെച്ചതെന്ന് അറിയുന്നു. പല കാര്യങ്ങളിലും ട്രംപ് അവകാശപ്പെടുന്നത് ഇറാൻ പൂർണ്ണമായിട്ടും എല്ലാറ്റിനും തയ്യാറായി എന്നാണ്. പക്ഷെ അതല്ല, തങ്ങളുടെ കൃത്യമായിട്ടുള്ള നിലപാടിൽ തന്നെയാണ് തങ്ങൾ ഉറച്ചു നിൽക്കുന്നത്. ഇറാൻ അവരുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട്. എന്നാൽ പോലും വലിയ ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം ഹോർമുസ് കടലിടുക്കിന്റെ വാതിലുകൾ തുറന്നിടുന്നു എന്നുള്ളതാണ്. അത് 2ാം ഘട്ട ചർച്ചയ്ക്കുള്ള വാതിൽ തുറക്കൽ കൂടിയായി നമുക്കതിനെ കാണേണ്ടി വരും. പക്ഷേ അതേ സമയത്ത് തന്നെയാണ് അമേരിക്ക ഏർപ്പെടുത്തിയ നാവിക ഉപരോധം, അതിൽ നിന്ന് അമേരിക്ക പിന്മാറുമോ എന്നുള്ള ചോദ്യം കൂടിയുണ്ട്. അക്കാര്യത്തിൽ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു പ്രതികരണം എന്തായിരിക്കും എന്നുള്ളതും വരും മണിക്കൂറുകളിൽ നിർണായകമാണ്.